നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട. കല്യാണ തലേന്ന് കല്യാണ പെണ്ണിന് ബ്ലൗസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയാണ് നമ്മളെ അവസ്ഥ. ടൈമിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് മഹാ തെണ്ടിത്തരോ. സത്യം പറഞ്ഞാൽ അറ കൊടുക്കേണ്ട പരിപാടിയാണ്. ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ നാളെ നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടാണ് കേട്ടോ. ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചതിന്റെ ഇടയ്ക്ക് 7 മാസത്തെ മറ്റേ ഫോട്ടോ എടുപ്പ്. ഞാനും പ്രസവിച്ചെന്ന്, എന്റെ ആരും ഫോട്ടോ എടുത്തില്ല അമ്മ പറയുന്നത്. ഞങ്ങളുടെ ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല കുഞ്ഞിലത്തെ. അന്ന് ഫോണൊന്നും ഇല്ലായിരുന്നു. ഫോണ് വേണ്ട, ക്യാമറ ഉണ്ടായിരുന്നല്ലേ. സ്റ്റുഡിയോ പോയിട്ട് സ്റ്റുഡിയോ പോയി എടുക്കണമായിരുന്നു. നമ്മുടെ ഒരു ഒറ്റ ഫോട്ടോ പോലും ഇല്ല. കിടന്ന ഫോട്ടോ ഒക്കെ കണ്ടില്ല, എടുത്തിട്ടില്ല. എന്തി അത് വീട് മാറിയപ്പം അലമാരിയിൽ അങ്ങനെ അലമാരി ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഞങ്ങള് ഒരിടത്തല്ല താമസിച്ചത്. നിങ്ങളെ ഓടി കിടക്കുവായിരുന്നു. ജീവിതമേ ഓടി കിടപ്പ്. പിന്നെ ഇവിടെ വന്നതിനാണ് നിന്നത്. ലാസ്റ്റ് വന്നതാ ഇവിടെ നിന്ന്. ഇവിടെ അല്ല, അവിടെ അവിടെ അമ്മ ഇപ്പഴും കാണാം. അതെ, ട്രൈ ബെറ്റർ. ഒരു കുഞ്ഞ അനിയത്തി നമുക്ക് ഇല്ലടാ. അതെ, ഓ എനിക്ക് നാളെ പില്ലോ അത് വാങ്ങിച്ചപ്പോ തന്നെ ലോകത്ത് മൃദുല മാത്രമേ ഉള്ളൂ പ്രഗ്നന്റ്. സത്യം പറഞ്ഞ അതൊക്കെ വെക്കുമ്പോ ഒരു കംഫർട്ട് ഉണ്ട്. അന്നൊന്നും അതില്ലായിരുന്നു. പലരും അന്നത് യൂസ് ചെയ്തില്ല. നമ്മളെ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ഓർമ്മയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ നാളെ സമയത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നമ്മൾ അതുപോലെ നമ്മളെ കുഞ്ഞിന്റെ ഓരോ വളർച്ച നമ്മളെ വ്ളോഗിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നാളെ എത്ര വർഷം കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു വീഡിയോ എടുത്ത് കാണാൻ പറ്റും. നമ്മൾ നാളെ 7 മണിക്ക് വർക്കല വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ട്. പക്ഷെ അതിന് വേണ്ടിയുള്ള കുറേ സാധനങ്ങളൊന്നും വാങ്ങാനുണ്ട്. മൃദുലയ്ക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് അതിന്റെ അളവെടുക്കണം, അത് പോയി നോക്കണം. പിന്നെ മൃദുലയ്ക്ക് മേക്ക് ഓവർ ഉണ്ട്. നീ എവിടെ പോടാ, എവിടെ പോയി? അപ്പൊ മൃദുലയുടെ മേക്ക് ഓവറും കാര്യങ്ങളും അതെല്ലാം ഇന്ന് സെറ്റ് ആക്കണം. പിന്നെ അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങണം. മറ്റേ കുഞ്ഞു ഉടുപ്പ്, അത് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഇന്ന് വാങ്ങണം കൈസ്. അതിന് വേണ്ടി നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അത് നാളെ രാവിലെ അപ്പൊ നമുക്ക് ആലോചിക്കല്ലേ. ആലോചിക്കൊന്നും വേണ്ട, അവ വേറെ അച്ഛനാകപ്പാടെ ഒരു ദിവസമൊക്കെയാണ് ലീവ്. അപ്പൊ അച്ഛൻ എൻജോയ് ചെയ്ത് വീട്ടിൽ ഇരിക്കുകയാണ്. മീൻകറിയൊക്കെയാണ് കഴിച്ചത്. ഞാൻ കപ്പയും മീൻകറിയൊക്കെ കഴിച്ചുള്ളൂ. അപ്പൊ അതൊക്കെ വെച്ച് ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കും. നമ്മളൊക്കെ പോയിട്ട് വരാം. നമ്മള് പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ബൈ. അച്ഛന് ലീവൊക്കെ എനിക്കൊരു കൂട്ടനുണ്ടാവും. എൻജോയ് യുവർ ലൈഫ്. കേട്ടില്ല, എൻജോയ് യുവർ ലൈഫ്. ബൈ. കുട്ടിയുടുപ്പ് വാങ്ങാൻ മൃദുലയ്ക്ക് ഒരു മടി. എന്തോ പറയുന്നത്, കുട്ടിയുടുപ്പ് മേടിച്ചുകൊടുന്നു. കുട്ടിയുടുപ്പ് പക്ഷെ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ്. എനിക്കിത് കാണുമ്പോ എത്ര പാവക്കുട്ടീനെ വാങ്ങാൻ കിടക്കുന്നു ഗൈസ്. കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ചെടുത്ത പേടിക്കൂലേ? നിന്നെ കണ്ടാലും പേടിക്കും. കംബാക്ക് ഇല്ല, എന്ത് പറയണം. ഇത് മറ്റേ ഇത് റാബിറ്റ്, പൂവും പിടിച്ചിരിക്കുന്ന റാബിറ്റ്. അയ്യോ, ക്യൂട്ടായിട്ടുണ്ട്. അങ്ങ് പോയി. ഇത് കൊള്ളാല്ലേ? ഈ സാധനം നോക്കിയേ, നല്ല രസമുണ്ടല്ലേ? പേടിയാന്ന് വെച്ചാൽ കണ്ടിട്ട്. 3 കണ്ണാണ്. മുക്കണ്ണന് ഇത് കറക്റ്റ് ബോയുടെ ഒരു ഇത് വരും. നോക്കില്ലടാ. ആ, അതുണ്ട്. അവളുടെ ഡ്രസ്സും ഈ ഒരു കളറാണ് കേസ്. അപ്പൊ നമുക്ക് ഇത് സെലക്ട് ചെയ്യണം. ആ, അത് കൊള്ളാം. സെലക്ട്. വേറെ വേണോ? പ്ലെയിൻ കളർ വേണോ? ഇല്ല ചേട്ടാ, ഇപ്പഴേ വാങ്ങുന്നോണ്ട് ഫോട്ടോ എടുത്ത് ഞാൻ പറഞ്ഞില്ലേ വണ്ടിക്കകത്ത് വെച്ചിരുന്നത്. അത് വീട്ടിനകത്ത് വെക്കണ്ട. വണ്ടിക്കകത്ത് വെച്ചാൽ എന്തൊക്കെ പിന്നെ ഡ്രസ്സ് പിന്നെ മേടിക്കാനുള്ളതല്ലേ. ഇല്ലടാ ഇത് നോക്ക്. അത് കൊള്ളാം. പട്ടി ഇരിക്കുന്നത് കരടി പാണ്ട. പാണ്ട കൊള്ളാം. ഇത് കൊള്ളാം. ഇത് കൊള്ളാം. അത് വേണ്ട, അതൊരു എക്സിക്യൂട്ടീവ് ലുക്ക്. എക്സിക്യൂട്ടീവ്. ഞാൻ വിചാരിച്ചു നീ കറക്റ്റായിട്ടാ പറഞ്ഞത്. ഒരു ഡൗട്ട്. ഇതുപോലത്തെ ആണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമാണ്, ക്യൂട്ടാ കാണാൻ. പക്ഷെ ഇത് ഇതിനെ കണ്ട പേടിക്കൂല. ഫുഡ് കൊടുക്കാൻ നേരെ കൊണ്ട് അടുത്ത് വെക്കും. കടിച്ച് തിന്നും, കഴിക്കാൻ പറയാം മര്യാദക്ക്. അങ്ങനെ കഴിപ്പിക്കുന്നേ. കാണുമ്പോ തന്നെ ഒരുമാതിരി ഇരിക്കുന്നു. പോലെ എത്ര വില? എത്ര? 1000 രൂപ. 950 രൂപ. ഇതെന്തൊരു ജീവിയായത്? ഇതല്ലേ കരടിടാ. കരടിയല്ല പോടാ, മരയണല്ലേ. ഫ്രീ കിരാൻ വേണ്ട.
അതിപ്പോ തരും ഫ്രീ. ഫ്രീക്ക് തരുവാണെങ്കിൽ വേണ്ട എനിക്ക് വേണ്ട. ഇറ്റ്സ് എ ബോയ് ഇറ്റ്സ് എ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാനറൊക്കെ ഇല്ലേ, അത് വേണം. ബേബി ആയി കഴിയുമ്പോഴേ നമുക്ക് പോസ്റ്റ് ഇടാലോ. അതെ അതെ, എല്ലാവരും പെട്ടെന്ന് മനസ്സിലാവും. അത് അതുപോലെ വെജിറ്റബിളിന്റെ കൊട്ട അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ക്യാമറമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഗർഭമായിട്ട് എന്താണ് ബന്ധം? അതറിയാൻ വയ്യ. ഇത് ഫ്രൂട്ട്സ് ഒക്കെ തിന്നെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന മദറാന്ന് അറിയിക്കാനായിരിക്കും. ഞാൻ ഗൗണ് വിട്ടിട്ട് കൊട്ടയും പഴമൊക്കെ പിടിക്കുന്ന മറ്റേ കച്ചവടക്കാരുണ്ടല്ലേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന. അപ്പൊ എന്തായാലും അതൊക്കെ ട്രിവാൻഡ്രത്തെ കാണത്തുള്ളൂ, ഇവിടെ ഒന്നും കാണത്തില്ല തോന്നുന്നു. എനിക്കറിയാൻ വയ്യ. ഇനി ബേബി വൻ ബോയ് ബാനർ അതുകൂടി വാങ്ങണം. ഏതെങ്കിലും ഫാൻസി കടയിൽ കയറി നോക്കാം, മിക്കവാറും അവിടെ കാണത്തുള്ളൂ കേട്ടോ ഐറ്റംസ്. അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കാണുമായിരിക്കും, അത് കയറി നോക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ കുഞ്ഞിനായിട്ടുള്ള കുട്ടിയെടുപ്പ് മൃദുല അത്ര ഹാപ്പി അല്ല. മൃദുലയ്ക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അമ്മയും പറഞ്ഞല്ലോ. അമ്മ അറിയണ്ട കേട്ടോ വാങ്ങിച്ചെന്നെങ്കിൽ. കാറിൽ തന്നെ ഇരുന്നോ? ഇല്ലടാ, കാറ് ഇരുന്നാൽ മതി, കുഴപ്പമില്ല, വീട്ടിൽ കയറ്റായിരുന്നാൽ മതി. അതെ. അപ്പൊ എന്തായാലും അത് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി പെൺകുഞ്ഞാണെങ്കിൽ ചെറിയൊരു ഉടുപ്പും ആൺകുഞ്ഞാണെങ്കിൽ ചെറിയൊരു ഉടുപ്പും, 2 ഉടുപ്പും വാങ്ങിച്ചിട്ടുണ്ട് നാളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. കൊച്ചു ഇന്നലെ വണ്ടി കൊണ്ട് കഴുകി മഴയും പെയ്ത് പൊളിയായി വൃത്തിയാക്കി. കണ്ടാ മാറ്റൊക്കെ ഉണ്ട്, എന്ത് ക്ലീനാ നോക്ക്. എല്ലാം ക്ലീൻ ചെയ്ത് വാക്യൂം ചെയ്തപ്പോ മഴ പുറം മൊത്തം തുളിയായി. പക്ഷെ പുറമല്ല, വണ്ടിയുടെ പുറം തുളിയായി. നമ്മൾ പോകുന്ന വഴിക്ക് കരിക്ക് പിടിക്കാന്ന് വെച്ചതുകൊണ്ട് നമ്മള് കിളിമാനൂര് കഴിഞ്ഞ് കിളിമാനൂർ കഴിഞ്ഞിട്ടാട്ടോ കാരേറ്റിനിപ്പുറം. സുഖാണോ? ഓ സുഖാ. നിങ്ങൾ ഇതുവഴി പോണെങ്കിൽ ഇവിടെ കരിക്ക് കുടിക്കണം. സൂപ്പറായിരിക്കും ഇല്ലടാ, സൂപ്പറായിരിക്കും. പക്ഷെ നമ്മളെപ്പം വന്നാലും ഇവിടുന്ന് കേട്ടോ കരിക്ക് കുടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ഇത് മോളുടെ കട, അത് അമ്മയുടെ കട, രണ്ടുപേരും ഓപ്പോസിറ്റ് ആട്ടോ ഇരിക്കുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ അളവൊക്കെ എടുത്തു. അപ്പം നാളെ ഒരുപാട് വലിയ ഡ്രസ്സ് വേണ്ട, ചെറിയ ഡ്രസ്സ് മതിയെന്ന്. അങ്ങനെയല്ല, ഒരുപാട് നെറ്റ് ഒക്കെ വരുമ്പോ വണ്ണം തോന്നിക്കല്ലോ. ബഫുന്നിരിക്കും, ബൊമ്മക്കുട്ടികളിരിക്കും. വയറ് വേണ്ടേ? വയറ് വേണം. അല്ല, ഏട്ടൻ സ്ലിം ആയിട്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ. അത് പിന്നെ അവൻ ഗർഭിണിയാണോ? പിന്നെ നീ അല്ലേ ഗർഭിണി? നീ ഇവിടെ വെച്ചിട്ട് ഒരു വയറ് തലങ്ങണ അങ്ങനെ എടുത്തു പോയി. സെയിം പിച്ച്. നമ്മള് കുറച്ച് ദിവസം ലുലുലോട്ട് വരായിരുന്നപ്പോ ഇവിടെ എന്തൊക്കെ മാറ്റം പറയുകയാണ് സംഭവിച്ചത്. അയ്യേ അളിഞ്ഞ് കേക്കുന്നില്ലല്ലോ. ഇവിടെയാണോ? ആ അതേണ്ട കൈസ്, ഇങ്ങനെ ചാടുമ്പോ സൗണ്ട് ഇങ്ങനെ ചാടുമ്പോ സൗണ്ട് കേക്കും, ലൈറ്റും കെട്ടും. ഇവിടെയാ ഈ സ്റ്റെപ്പിലാ. ശാസ്ത്രത്തിന്റെ ഓരോ വളർച്ചയായി. അയ്യയ്യയ്യേ എല്ലാരും നോക്കുന്നു. ഓ അവിടെ ഉണ്ടാ സാധനം. അവിടുന്ന് ഇറങ്ങി വരുമ്പോഴും കേക്കാ. അവിടെ ഉണ്ട്. കൊച്ചുവേ അവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുക കേട്ടാ. ഇവിടെ കൊച്ചിന് കമ്പനിക്ക് വേറൊരാളും ഉണ്ട്. കുട്ടികളൊക്കെ എന്ത് പ്രായം. ഗൈസ്, അപ്പൊ ഇനി എനിക്ക് ഷർട്ട് എടുക്കണം. മൃദുലയുടെ സ്കൈ ബ്ലൂ ഗൗൺ ആണ്. അപ്പൊ അതെനിക്ക് അനുസരിച്ചുള്ള വൈറ്റും സ്കൈ ബ്ലൂ ഉള്ള ഒരു ഷർട്ടും കൂടി എടുക്കാറുണ്ട്. ഞാൻ ഒരു വെറൈറ്റി ഒരു ഐഡിയ തീം ഞാൻ പറഞ്ഞു. പഴയ ക്ലാസിക് തനിമ. സാരിയല്ല, തോർത്ത്. കൃഷിക്കാരനും കൃഷിക്കാരിയും വിന്റേജ് ഫീൽ വരണം. നമ്മളൊരു മെസ്സേജ് കൊടുക്കണം. കളപറിക്കുന്ന കൃഷിയെ സംരക്ഷിക്കാവുന്നൊരു ഗർഭിണിയായാലും കൃഷി ചെയ്യണോ? ഹലോ ഹായ്. കൃഷിയെ സംരക്ഷിക്കാവുന്നൊരു മെസ്സേജ് കൊടുക്കുക. എന്നിട്ട് പ്രാചീന കർഷകൻ, ഇതാണ് എൻ്റെ ഒരു ദൈവം. അത് നിന്റെ സേവ് ദ ഡേറ്റിന് എടുക്കാം. നിന്റെ സേവ് ദ ഡേറ്റ് നല്ല ഐഡിയ. നമ്മളത് കൊച്ചിയുടെ സേവ് ദ ഡേറ്റിന് ആ ഒരു ഇതായിരിക്കും. പ്രാചീന കർഷകനും കർഷകയും. വിക്രത്തിന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങി. വിക്രത്തിന്റെ പുതിയ സിനിമ ഒരു മൂഡ് പിടിക്കട്ടോ. നമ്മളെ ഇന്നും നമുക്ക് കൊണ്ടുതരുന്ന ചേട്ടൻ ഇന്നും ബിരിയാണി വിളമ്പുന്ന സുഹൃത്തുക്കൾ. നമ്മളിന്ന് ചിക്കൻ ബിരിയാണി, വേറെ എന്തോടെ പറഞ്ഞ ബീഫിന്റെ പൊറോട്ട, ബീഫ് കബാബ്, പൊറോട്ട. ഓ അടിപൊളി പൊറോട്ട കേട്ടാ. ഞാൻ അടുത്ത സമയത്ത് ഇത്രയും ടേസ്റ്റുള്ള പൊറോട്ട കഴിച്ചിട്ടില്ല. അവിടെ ബിരിയാണി പിന്നെ കഴിച്ച് കാണിക്കുന്നില്ല, എപ്പോഴത്തെ ടേസ്റ്റ് തന്നെ കഴിച്ചു. നമ്മൾ മെയിൻ വന്ന സാധനം ഫുഡ് കഴിക്കാനല്ല കേട്ടാ. എനിക്ക് ഡ്രസ്സ് എടുത്തില്ല. ഇവിടെ ഒരാൾക്ക് ഡ്രസ്സ് സെറ്റായി, ഇവിടെ എനിക്ക് ഡ്രസ്സ് സെറ്റ് ആയിട്ടില്ല. ആ കൊച്ചുവിനും എടുക്കണം ഡ്രസ്സ്. മം ടു ബി, ഡാഡ് ടു ബി, കൊച്ചിൻ ടു ബി.
അങ്കിളല്ല കൊച്ചച്ഛൻ. ഇംഗ്ലീഷ് കൊച്ചച്ഛനാണ് നമ്മളവിടെ ഇംഗ്ലീഷ് പറയല്ലേ. താൻ B.Ed വരെ പഠിച്ചു, പക്ഷെ നമ്മളെ ഒരുപാട് ലോകം കണ്ടതാ. നമ്മള് കൊറേ ലോകം പല ലോകം ഇപ്പൊ കാണും പാടന്ന്. മൃദുലയുടെ ആ ഒരു ഡ്രസ്സിന്റെ കളർ ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് ആ ഒരു ഡ്രസ്, ആ ഒരു കളർ വരുന്ന ഷർട്ടാണ് നോക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു എനിക്ക് ഇഷ്ടപ്പെടില്ല. ഒരു സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ്, പക്ഷെ അത് ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറേ ആയി നമ്മൾ തേരാപ്പുരം കൊണ്ട് നടക്കുന്നു, സാധനം ഒരിട്ടും കിട്ടിയിട്ടില്ല ഗൈസ്. ഇവിടെ സാധനം ഇല്ല, ഇനി അവിടെ കൊണ്ട് പോയി നോക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ കടയിൽ നോക്കേണ്ടി വരും. എനിക്ക് ഒരു പാൻ്റ് ഉള്ളതെന്ന് പറഞ്ഞ കമന്റ്. അതെ, പാൻ്റ് ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ഉള്ള ഒരെണ്ണം ഉണ്ടല്ലോ, അത് മാത്രമേ ഇടൂ ഞാൻ. പിന്നെ പേയർ മൃദുല പേയ്മെന്റ് എടുത്തുന്നു. വാങ്ങിച്ചിറ ഫോയിൽ പേപ്പറിൽ പോയി പുഴുങ്ങാനിട്. ഫോയിൽ പേപ്പറിന്റെ സെയിം സാധനം തന്നെ, ഫോയിൽ പേപ്പർ പ്ലാസ്റ്റിക്കടാ ഇത്. ഇതിന് കാറ്റെങ്ങാണോ അടിച്ച് നിറയ്ക്കുന്നെങ്ങാണോ ഇത്? നീ മേടിച്ചിട്ട് ഇത് ഇതുകൊണ്ട് ഇതും അതുകൂടെ ഇട്. ഞാൻ ശരിക്കും പാർട്ടി അയ്യോ നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞ കേട്ടോ. അതൊന്നും ഇപ്പൊ ഇടാൻ പറ്റത്തില്ല മൃദുലേ. നിനക്ക് ഇവിടെ സ്റ്റുഡിയോയിലുള്ള ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇട്ടാലും പട്ടായിരിക്കും. ഇതിനൊക്കെ നീ റിവഞ്ച് ആയിട്ട് എടുക്കണം. ഇതിനൊക്കെ ഞാൻ മറുപടി നിന്നെ കൊണ്ട് പറയിച്ചില്ലെങ്കിൽ ഞാൻ വരുമ്പോ നീ പിന്നെ സൈബർ ബുള്ളി ചെയ്യല്ലേ. അതെ, നമ്മൾ ബോഡി ഷേമിംഗ് അല്ല. ഫൈനലി സാധനം കിട്ടിയിട്ടുണ്ട്. പിങ്ക് ആണെങ്കിൽ ഗേള്, ബ്ലൂ ആണെങ്കിൽ ബോയ്. ഡാഡ് ടു ബി, മം ടു ബി എല്ലാം ഉണ്ട്. അങ്ങനത്തെ എല്ലാ ബിയും ഉണ്ട്. കൊച്ചച്ഛൻ്റെ ബി ഉണ്ടോ? കൊച്ചച്ഛൻ ബി മാത്രമില്ല. അത് കമ്പനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതൊരുമാതിരിയായി പോയി. അതെ, കൊച്ചച്ഛൻ ടു ബിയും വെക്കേണ്ടതാണ്. നാളെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സിന്റെ കൊട്ടയൊക്കെ ചേച്ചിമാർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. ഓക്കെ ചേച്ചി, താങ്ക് യു. എല്ലാം മേടിച്ചോ? ശരിയേ, അവിടുന്ന് സെറ്റ് ചെയ്ത് തന്നേ ചേച്ചിമാര്. അതില് താമസിച്ച എല്ലാം ഉണ്ട്, സ്ട്രോബെറി എല്ലാം ഉണ്ട്. ഇതേ കണക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് നാളെ അങ്ങോട്ട് പോയാൽ ചേട്ടാ. ഇതെല്ലാം കുറച്ച് വാങ്ങിച്ചു, എല്ലാ ഐറ്റം ഉണ്ട്. മൊസംബി, പഴം. പ്രവീണും ഷർട്ട് സെറ്റ് ആയി കേട്ടോ. സ്കൈ ബ്ലൂ വൈറ്റ് പാന്റ്. കൊറേ ഓടിയടേ, സമയം ഏതാണ്ട് 10:30 ഹേ ഗായ്സ്, അപ്പം നല്ലൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഓട്ടം മൊത്തം വേസ്റ്റ് ആയി എന്നുള്ളൊരു രാവിലെ ഇറങ്ങിയതാണ് ഗൈസ്, ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളിത് പറയണ്ട എന്ന് വിചാരിച്ചാണ്, പക്ഷേ പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്കും വിഷമം കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. നമ്മൾ ആൾറെഡി ഈ ഷൂട്ടിൻ്റെ പുറകിലായിട്ട് നമ്മളൊരു ഇന്നലെ വർക്കല വെച്ചാണ് ഷൂട്ട് പ്ലാൻ ചെയ്തത്. അവിടുത്തെ ഒരു റിസോർട്ട്, അവരുടെ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉച്ചയ്ക്ക് വരേക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ട് അവിടെ വേറെ പ്രോപ്പർട്ടി, വേറെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഉച്ച വരെ നമ്മളെ കയ്യിലാണ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് അവിടെ അതുവരെ ഉള്ളൂ നമുക്ക് അവിടെ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അതുമല്ല നമ്മൾ ക്യാമറമാനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അത് ഉച്ച കഴിഞ്ഞിട്ട് വർക്കുണ്ട്. വീഡിയോഗ്രാഫറിന് ഉച്ച കഴിഞ്ഞിട്ട് വർക്കുണ്ട്. അപ്പം ഇവിടെ ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അറിയാലോ, നമ്മളിന്ന് പോയ അതിനാണ്. 10-ാം തീയതി തൊട്ട് നമ്മൾ പറയുവാണല്ലേ ഡ്രസ്സിൻ്റെ കാര്യം. അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഡ്രസ്സ് എപ്പം ഡിസൈൻ കിട്ടും, എപ്പം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഒരു റെസ്പോണ്ട് ആദ്യം തൊട്ടേ ചെയ്യുന്നില്ല. എനിക്ക് ആദ്യം തൊട്ടേ ഒരു ഫീഡ്ബാക്ക് അടിച്ചായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞു, സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ തരുന്നതാണ് അല്ലേ. അപ്പോൾ അവർ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ല. പിന്നെ കാരണം അവർക്ക് ടെൻഷനില്ല, അവർ ഒരുപാട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് നൈറ്റ് ആയാലും ഇരുന്ന് ചെയ്ത് തരാമെന്ന് ഓൾറെഡി പറഞ്ഞു. അവർക്കൊരു ടെൻഷനില്ല. നാളെ ഷൂട്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് പോയിട്ട് പോലും അവർക്കൊരു ടെൻഷനും ഇല്ല. രാത്രിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം എന്താ വിളിച്ചിട്ട് പറയാം, ഞാൻ അവളുടെ അതേ ഡ്രസ്സ് ഞാനും എടുത്ത്. അപ്പം നാളത്തെ ഫുൾ നമ്മുടെ ആ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഡ്രസ്സിന് നമ്മളാണ്ട് എന്തൊക്കെ പ്രോപ്പർട്ടി വാങ്ങിച്ചു. ഇന്നത്തെ ദിവസം ഫുൾ അതിൻ്റെ പുറയിലായിരുന്നു. ഇപ്പം അവരിതേ വിളിച്ച് പറയുക, അവിടെ കറണ്ടില്ല, അവിടെ അവർക്ക് തരാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ പുറത്താണ് നമ്മളിന്ന് ഫുള്ള് ഷൂട്ട് പ്ലാൻ ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഫ്ലോപ്പായി പോകുന്നതെന്ന് നോക്കണം. ട്രിവാൻഡ്രത്ത് എവിടെ നമ്മളിന്ന് പോയത്? തിരുമല എവിടെ എനിക്കറിയത്തില്ല. തിരുമല. നിങ്ങൾ ചെയ്ത പണി മേലാൽ ഒരു കസ്റ്റമറുടെ അടുത്ത് ചെയ്യരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു കല്യാണത്തിനാണ്, കല്യാണ തലേന്ന് രാത്രി വിളിച്ചിട്ട് പറയാം, അയ്യോ ബ്ലൗസ് തച്ചില്ലേ, മറന്നുപോയെന്ന് പറഞ്ഞ കണക്കായി പോകും. സീരിയസ് ആയിട്ട്. നാളെ ഷൂട്ടിന് രാവിലെ 8 മണിക്ക് പോകേണ്ടതാണ്. അവർക്കൊരു സാമട്ട, അവിടെ ചെന്നപ്പോഴും അവർക്കൊരു സാമട്ടായിരുന്നു. നമ്മൾ ചെന്ന ടൈം എത്ര മണിക്കാണ്? നമ്മൾ 3 മണിക്കോ 4 മണിക്കോ എന്താണ് അവിടെ ചെന്നത്. അവർ ഇത്രയും ലേറ്റ് ആക്കേണ്ട ആവശ്യം എന്തുവായിരുന്നു? ഈ രാത്രി പാതിരാത്രി ആക്കേണ്ട ആവശ്യം എന്തുവായിരുന്നു? അവര് തന്നെ പറഞ്ഞേ, ഇത് 1 മണിക്കൂറത്തെ കേസേ ഉള്ളൂ നമുക്ക് തച്ച് തരാനായിട്ട് അല്ലേ.
ഇപ്പൊ വിളിച്ചിട്ട് പറയാണ് ഡ്രസ് ഇല്ലെന്ന്. മെയിൻ ആയിട്ട് ഈ ഡ്രസ് ഇട്ടിട്ടും പിന്നെ ഇനി മേക്കപ്പിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഡ്രസ് കിട്ടിയില്ലെങ്കിൽ അല്ലേ. ഡ്രസ് ഇല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. കാരണം ഒരു വൈറ്റ് ഗൗൺ അങ്ങാട്ടുണ്ട്, അതങ്ങനെ വെച്ച് ഇനി ഫോട്ടോഷൂട്ട് നടത്താം. എന്നാലും വല്ലാത്തൊരു തേഞ്ഞ പരിപാടിയായി പോയി, ഭയങ്കര തേഞ്ഞ പരിപാടിയായി പോയി. ഇന്നത്തെ ദിവസം മൊത്തം ഇതിനു വേണ്ടി കടന്നു കൂടുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ സാധനം ആരോടും ഒരു കസ്റ്റമറിനോട് ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കും, നമ്മളൊരു ഫംഗ്ഷന് പോവുക, നമ്മൾ സമയത്തിന് പോയല്ല പറഞ്ഞത്. നമ്മൾ 10-ാം തീയതി തൊട്ട് ഞാൻ കാണുന്നതാണ്, ഞാൻ കൂടെ പറയുന്നത് വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ അവർക്ക് ടെൻഷൻ ഇല്ല, നമുക്ക് ടെൻഷൻ ഈ സമയത്ത്. കാരണം നമ്മളിതൊക്കെ അറേഞ്ച് ചെയ്യുമല്ലേ. എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്തിന് ഈ ഡ്രസ്സ് കിട്ടുമെന്ന്. ഇപ്പം എന്തായാലും ഇപ്പം തൃപ്തിയായി. അവർക്ക് കറണ്ട് ഇല്ല, ജനറേറ്റർ വെള്ളം ഇവിടെ നാളെ വരത്തുള്ളൂ, ഓരോരോ എക്സ്ക്യൂസ്. സമയത്ത് എന്ന് പറഞ്ഞല്ല, മുമ്പേ ഓൾറെഡി എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച സംഭവമാണ്. അതെ അതെ. ഈ ടൈമിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് മഹാ തെണ്ടിത്തരോ. സത്യം പറഞ്ഞാൽ അറ കൊടുക്കേണ്ട പരിപാടിയാണ്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട. കല്യാണ തലേന്ന് കല്യാണ പെണ്ണിന് ബ്ലൗസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയാണ് നമ്മളെ അവസ്ഥ. സത്യം അത് വന്ന് ആലോചിക്കും, അതിന്റെ സീരിയസ്നെസ് ആലോചിക്കുകയാണ്. നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നത് ചില കാര്യങ്ങളൊക്കെ. ബിസിനസ് കൂട്ടിക്കാനോ വേറെ ഒന്നിനോ അല്ല, നമുക്കുണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ. അതെ, നമ്മൾ ആരുടെ ഇത് കൂട്ടിക്കാൻ നിൽക്കുന്നുണ്ടോ. നമ്മൾ ഉള്ള കാര്യം, നമ്മുടെ ലൈഫ് നടന്ന കാര്യം നമ്മൾ അതേപോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല നമുക്ക് വേറെ ഇവരെ അറിയത്ത് പോലുമില്ല, എനിക്ക് ആരാത്ത പോലും. ഇന്നാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ആർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ നിങ്ങൾ ആരും കമൻറ്റ് ചെയ്തത് ഈ ചേച്ചിയുടെ കോസ്റ്റ്യൂം ബോറായി പോയെന്ന്. നമ്മളെ തേച്ചത് ആ ബൊട്ടീക്കാണ്. അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ, അത്ര എങ്ങനെയാലും എടുക്കാം, കുഴപ്പമില്ല. നമ്മളാണ്ട് ഞാനാണെങ്കിൽ ഫ്രൂട്ട്സും കൊട്ട എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് ഭയങ്കര വിഷമായി പോയി കേട്ടോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, എന്ത് ചെയ്യാനാ ചെയ്യാം. ഇനി വീഡിയോഗ്രാഫറിനെ ഫോട്ടോഗ്രാഫറിനെ അവർക്ക് വേറെ ഡേറ്റ് ഒന്നും മാറ്റാനോ തിരുത്താനോ പറ്റത്തില്ല. എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഉള്ളത് വെച്ച് എന്തെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഫ്രിഡ്ജ് വെച്ചാലേ അതേപോലെ വിഷുവിന് വിളക്കിന്റെ മുമ്പ് വയ്ക്കുമല്ലേ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നാളെ ദിവസം ഓണാക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.